പലരും ദൈവം ശുശ്രൂഷിക്കുന്ന രാവിലെ അല്പസമയം ഞാൻ ഇതിന് പിന്നിൽ നിന്നുകൊണ്ട് ആ മെസ്സേജ് പൂർത്തീകരിക്കട്ടെ. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഒരു വാഗ്ദത്തമാണ്. ദൈവത്തിന് പരിശുദ്ധാത്മ യേശു ശിഷ്യന്മാരോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യണം പരിശുദ്ധാത്മാവിനെ അതൊരു വാഗ്ദത്തമാണ്. അപ്പോസ്തലപ്രവൃത്തി 1:5 കർത്താവ് പറയുന്നുണ്ട്. ഈ വായിച്ച വാക്യം അപ്പോസ്തലപ്രവൃത്തി 1:5 യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് എന്ത് ചെയ്യും? ആത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം കഴിയും. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ സ്നാനം, ആത്മാവിന്റെ നിറവ്, ആത്മാവിന്റെ അഭിഷേകം, ഇതൊക്കെ ഉണ്ട്. അത് ബൈബിൾ ക്ലാസ് പഠിക്കുമ്പോഴേ അത് ക്രമമായി പഠിക്കാൻ കഴിയുന്നു. സ്തോത്രം. കർത്താവിന്റെ വാഗ്ദത്തമാണ്. നിങ്ങൾ കാത്തിരിക്കണം. അങ്ങനെ അവർ ആ വാഗ്ദത്തം പറഞ്ഞ കർത്താവിന്റെ വാക്ക് അവർ വിശ്വസിച്ച് ഒരു യെരൂശലേമിൽ കാത്തിരുന്ന സംഭവമാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. അതുകൊണ്ട് വായിക്കാം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത്, അവിടെ എഴുതിയിരിക്കുന്ന ഭാഗമുണ്ട്, എല്ലാവരും കൂടിയിരുന്നല്ല എഴുതിയിരിക്കുന്നത്, എല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്നു. അതാ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. എല്ലാവരും കൂടാം, പക്ഷെ എന്ത് ചെയ്യാം? ഈ ഒന്നിച്ചു കൂടുക എന്ന് പറയുന്നത് വലിയ വൈകിട്ടൊക്കെ രാവിലെ നമ്മുടെ കൂട്ടായ്മയൊക്കെ എത്ര മണിക്കാണ്? 10:30. ആ സമയത്ത് എല്ലാവരും കൂടി ഒന്നിച്ചൊക്കെ വന്നില്ലയോ? അപ്പൊ സഭാരാധന നമുക്ക് എത്ര മണിക്കാണ്? ഇവിടെ വരുന്ന മിക്കവാറൊക്കെ എല്ലാവരും ഒന്നിച്ചു വരുന്നവരാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവിക വാഗ്ദത്തം പലപ്പോഴും നിറവേറുന്നില്ല, നമ്മൾ പരാതി പറയുന്നവരാണ്. പക്ഷെ ആ വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടി ദൈവാത്മാവ് പറയുന്നത് അറിയാവോ? ഒന്നിച്ചു വാ. കാരണം ഒന്നിച്ച് ജനങ്ങൾ എന്ത് ചെയ്യണം? പകരാനുള്ള ചില വാഗ്ദത്ത നിവർത്തിയുണ്ട്. ഇവിടെ പെന്തിക്കോസ്ത് നാൾ വന്നാൽ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ വാരോത്സവമാണ്. പെന്തക്കോസ്ത് വാരോത്സവം. അതായത് പെസഹ കഴിഞ്ഞ് 50-ാമത്തെ ദിവസം അവരാഘോഷിക്കുന്ന ഒരു പെരുന്നാളാണ് പെന്തിക്കോസ്ത് പെരുന്നാൾ. സ്തോത്രം. 7 ആഴ്ചവട്ടം. ആമേൻ. അതാണ് പെന്തിക്കോസ്ത്. അപ്പൊ പെസഹ പെരുന്നാൾ കഴിഞ്ഞ് അന്ന് മുതൽ 50-ാം ദിവസം 1-2 തെണ്ടി 50-ാം ദിവസമാണ് പെന്തിക്കോസ്ത് പെരുന്നാൾ. അന്ന് ആ പെന്തിക്കോസ്ത് പെരുന്നാളിൽ ഈ 120 പേർ എന്ത് ചെയ്യുന്നു? മാളികപ്പടിയിൽ കൂടിയിരിക്കുക. സ്തോത്രം. ഇനി പെന്തിക്കോസ്ത് പെരുന്നാൾ എന്നാ തുടങ്ങിയത്? നമ്മൾ വായിക്കുന്നുണ്ട് ആവർത്തന പുസ്തകം അതിന്റെ 16-ാം അധ്യായത്തിലാണ്. അതിന്റെ 16-ാം അധ്യായം 9 മുതൽ വായിക്കുമ്പോൾ അവിടെ 9-10 വായി. അപ്പൊ പെന്തിക്കോസ്ത് പെരുന്നാളിൽ എങ്ങനെ ആയിരിക്കണമെന്ന് പറയാണ്. അപ്പൊ ഈ യഹൂദന്മാരുടെ കൊയ്ത്തിന് ആരംഭം കുറിക്കുന്ന ദിവസം മുതൽ എന്ത് ചെയ്യണം? 7 ആഴ്ചവട്ടം എണ്ണണം. അങ്ങനെയാണെങ്കിൽ 49 ദിവസം വരെ 50 ദിവസം ഓർമ്മയും. ആ 50-ാമ ദിവസമാണ് പെന്തിക്കോസ്ത് പെരുന്നാൾ. സ്തോത്രം. അതായത് അവിടെ ആവർത്തന പുസ്തകം ഇരിക്കുന്നത് ആദിവരത്തിന് വായിച്ച ഭാഗം. അല്ല, അതിലിപ്പോ ആദ്യം വായിച്ച ഭാഗം എവിടാ? വിളവിൽ നിങ്ങൾക്ക് വിളഞ്ഞു നിൽക്കുന്ന പാടത്ത് നിങ്ങൾ അരിവാനിടുവാൻ ആരംഭിക്കുന്നത് മുതൽ 7 ആഴ്ചവട്ടം നീളും. ആമേൻ. 50-ാം ദിവസമാണ് പെന്തിക്കോസ്ത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം, സ്തോത്രം, അത് ഞായറാഴ്ചയെങ്കിലും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ നമുക്കറിയാം. യേശു മരിച്ചു, 3-ാം നാൾ തീർന്നു. അപ്പൊ യഹൂദന്മാരുടെ ആചാരപ്രകാരം ഈ കൊയ്ത്തു തുടങ്ങുന്ന ദിവസമാണ് നമ്മുടെ കർത്താവിന് ഉയർപ്പ് നടക്കുന്നത്.
കൊയ്ത്തിനെന്ത് ചെയ്യുന്നു? യഹൂദന്റെ ഒരു പാടം കൊയ്യുമ്പോൾ ആദ്യം കൊയ്തെടുക്കുന്നത് ആദിവലക്കറ്റയാണ്. സ്തോത്രം. ആദിവലക്കറ്റയാണ് ആദ്യം കൊയ്തെടുക്കുന്നത്. അതാണ് നമ്മുടെ കർത്താവ് മരിച്ചവരിൽ നിന്ന് ആദിവലമായിട്ട് എന്ത് ചെയ്യുന്നു? ഉയർത്തെഴുന്നേൽക്കുന്നു. അതിനുശേഷം കർത്താവ് 40 ദിവസം ഉയർത്തുന്നതിന്റെ കർത്താവ് എന്ത് ചെയ്യുന്നു? 40 ദിവസം ഭൂമിയിലുണ്ട്. അതിനുശേഷം കർത്താവ് സ്വർഗ്ഗത്തിലേക്ക് പോയി. അതിനുശേഷം 10 ദിവസം കൂടെ കഴിഞ്ഞാണ്, ഏത് ദിവസം വരുന്നത്? 10 ദിവസം കൂടെ കഴിഞ്ഞാണ് പരിശുദ്ധാത്മാവിന്റെ പ്രഭ. കറക്റ്റ് ഏത് ദിവസമായി? പെന്തിക്കോസ്തിന്റെ 50-ാം ദിവസമായി. മനസ്സിലാകുന്ന അന്ന് കർത്താവ് പറഞ്ഞതായി വാഗ്ദത്തം പ്രാപിക്കാൻ 120 പേരുടെ സംഘം അവര് ഒരുമിച്ച് കൂടിയിരുന്നു. ആത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ അത് ആദ്യത്തിന്റെ നിഴൽ പറഞ്ഞാൽ നമ്മളെ ഒരേ അനുഭവത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്തോത്രം. ഒരേ അനുഭവത്തിൽ എന്ത് ചെയ്യുന്നു? കൊണ്ടുവരിക. അതിനുശേഷമാണ് ദൈവം വൻകാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്രയും ദൈവമക്കൾ ഒന്നിച്ചിരുന്നു കൊണ്ട് ഒരു ദൈവിക വാഗ്ദത്തത്തിന്റെ നിവർത്തിക്ക് വേണ്ടി ഒന്നിച്ച് മറ്റൊന്നും വിഷയങ്ങൾ പോകാതെ, മനസ്സ് പോകാതെ ഒന്നിച്ചിരുന്ന വിഷയത്തിന് വേണ്ടി ജാഗരിച്ച് പ്രാർത്ഥിച്ച എന്റെ വിശ്വാസം ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. എത്ര ദൈവങ്ങളെ വിശ്വസിക്കുന്നുണ്ട്? ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ഒന്നാമത് ചെയ്യുന്നത് ഒരുമിച്ച് വരിക. പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ എല്ലാ ദൈവമക്കളും ഒരേ മനോഭാവത്തോടുകൂടെ ഒരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ രണ്ടുപേരും ഉറങ്ങി വീഴുകയല്ല, അതിന് സ്തോത്രത്തിൽ വ്യാപരിച്ചുകൊണ്ട് ഒന്നിച്ച വിഷയം ദൈവത്തിന്റെ കരങ്ങൾ കൈമാറുമ്പോൾ വാഗ്ദത്ത നിവർത്തി ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് യേശുവിന്റെ വാഗ്ദത്തമായിരുന്നു. പിതാവ് അയക്കാൻ വേണ്ടിയുള്ള വാഗ്ദത്തമായിരുന്നു. ആ വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടി സ്തോത്രം വാഗ്ദത്തം കേട്ട ഒരു പെന്തിക്കോസ്ത് നാളിൽ അവൻ ഒരു സ്ഥലത്ത് കൂടുന്നല്ല, ഒരുമിച്ച് കൂടി വരും. ഒരുമിച്ച് കൂടുക എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഒരുമിച്ച് കൂടുന്നിടത്ത് ദൈവത്തിന്റെ വലിയ പ്രവർത്തനം ഉണ്ടാകും. അത് കുടുംബത്തിന്റെ വിഷയത്തിനായാലും കുടുംബത്തിലുള്ളവര് ഒരുമിച്ച് ഇരുന്നാൽ ആ വിഷയം കൈമാറിയാൽ അവിടെ വിടുതൽ ഉണ്ടാകും. സഭയിൽ വെളിപ്പെടേണ്ട വിടുതല് സഭയിലെ ദൈവമക്കള് ഒരുമിച്ച് കൂടി വരുമ്പോൾ സത്യത്തിൽ നമ്മൾ കേൾക്കാമെങ്കിൽ വളരെ ഗൗരവത്തോടെ കലങ്ങി മറിയുന്ന വിഷയമുള്ള പല ദൈവമക്കൾ ഈ കൂട്ടത്തിലുണ്ട്. പക്ഷെ അവരാരും ഇത് വരുന്നില്ല. അവരേക്ക് ഉപവാസ പ്രാർത്ഥന കാണുന്നില്ല. പക്ഷെ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നല്ല. അവിടെ പ്രാർത്ഥിക്കുന്നവരാരാ? അവിടെ വിഷയം ചെയ്യുന്നു. കുഞ്ഞെ നീ ഒരു ദിവസം വന്ന് ഇരിക്കും. അത് പറയാൻ സകല പല അഭിപ്രായങ്ങളാണ്. എന്നാൽ വന്നിരുന്നാൽ ദൈവസഭ ഒന്നിച്ചെത്തി. നമ്മൾ ഒന്നിച്ചെടുത്ത പോരാ, ആവശ്യക്കാരെ ഒന്നിച്ചു വരണം. ആവശ്യക്കാരെ എന്ത് ചെയ്യണം? നമുക്കല്ല സൗഖ്യം ഒരുത്തനാണ്. പക്ഷെ അവനും എന്ത് ചെയ്യണം? ഈ കൂട്ടായ്മ എന്ത് ചെയ്യണം? ഒരുമിച്ച് വന്നിരിക്കണം. അപ്പോഴാണ് സഭ ഒരുമിച്ച് വന്നിരുന്നത്. കർത്താവ് നോക്കുന്നതുകൊണ്ട് ഒരുമിച്ച് വന്നിരിക്കുക. വിഷയക്കാരനും വിഷയമുള്ളവനും ഇല്ലാത്തവനും ഒരുമിച്ച് വിഷയം ഏറ്റെടുത്ത് ദൈവത്തോട് ജാഗരിക്കുമ്പോൾ അവിടെ വാഗ്ദത്ത നിവർത്തി. അത് വിടുതലാണെങ്കിൽ വിടുതൽ, സൗഖ്യമാണെങ്കിൽ പലപ്പോഴും വിഷയത്തിൽ ഞെരുക്കുന്നവരെ കാണാറില്ല. അവർക്ക് പല പ്രശ്നങ്ങളും തടസ്സങ്ങളുമാണ്. അത് പലപ്പോഴും ശത്രു കൊണ്ടുവന്ന് മുടക്കി മാറ്റുകയാണ്. എന്നാൽ ഒരുമിച്ച് വരുമ്പോൾ അവിടെ വാഗ്ദത്തം ഇറങ്ങി വരും. വാഗ്ദത്ത നിവർത്തി ഇറങ്ങി വരും. പെന്തിക്കോസ്ത് നാളിൽ ആരെന്നറിയാമോ? കൊയ്ത്തിന്റെ ആരംഭക്കറ്റ കൊയ്തു. ഇനി ചടപടാന്ന് കൊയ്ച്ചു നടക്കോ പാടത്ത്. ആദിവലക്കറ്റ എന്ത് ചെയ്തു? ആദിവലക്കറ്റ കൊയ്തെടുത്തു. അത് കർത്താവ് യേശുവാ. ഇനി പാടത്ത് ഇറങ്ങി ചാടി കൊയ്യുക. നേരെ ഇരുട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഈ ആദിവലക്കറ്റ കൊയ്യുന്നത് രാത്രി വൈകുന്നേരത്താണ്.
സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് പുരോഹിതന്റെ നേതൃത്വം പുരോഹിതൻ സാക്ഷി നിർത്തിയാണ് ഒരു ഭക്തനായ യഹൂദൻ തന്റെ പാടത്തെ ആദിമലക്കൊറ്റ കൊടുക്കുന്നു. കാരണം എങ്ങോട്ട് പോകുന്നതാണ്? കഞ്ഞി വെക്കാൻ വീട്ടിൽ കൊണ്ടുപോകാൻ, കിച്ചണിൽ കൊണ്ടുപോകല്ല, എവിടെ കൊണ്ടുപോകുന്നതാണ്? അങ്ങനെയെങ്കിൽ പുരോഹിതന് നേരത്തെ ഓർഡർ ചെയ്ത് ലേവ്യ കുടുംബത്തിലെ പുരോഹിതൻ മതി. അവനോട് പറയും ഭക്തനായ അല്ലാത്തവര് പല രീതിയിൽ കാണിക്കുന്നുണ്ട്. അന്നും ഭക്തരുണ്ട്, ഭക്തി ഇല്ലാത്തവരും ചെയ്യുന്നു ഉണ്ട്. ഭക്തനായ യഹൂദൻ ഒരു ലേവ്യ കുടുംബത്തിലെ പുരോഹിതനെ പാടത്തിന്റെ കരയിൽ സാക്ഷി നിർത്തിയിട്ടാണ് ചെയ്യുന്നത്. സൂര്യൻ അസ്തമയ സമയത്താണ് ആദിമലക്കാറ്റ് ചെയ്യുന്നത്, കൊയ്തെടുക്കുന്നത്. അടുത്ത ദിവസം രാത്രി നേരം വെളുക്കുമ്പോൾ പാടത്ത് ഭയങ്കര കൊയ്ത്തു പാട്ടാണ്. അതാ ഇന്ന് നടക്കുന്നത്. ആദിമലക്കാറ്റാണ്. ഉയർത്തെഴുന്നേറ്റ് പോയി പാട്ട് തുടങ്ങിയോ? അല്ലെങ്കിൽ നമുക്ക് പാട്ട് വരുമായിരുന്നോ? നിങ്ങളൊന്നും വായിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കൊയ്ത്ത് പാട്ടുണ്ടെന്ന് ഇസ്രായേലിൽ. ഇന്ന് നാടൻ പ്രദേശത്തൊക്കെ ഇന്ന് കേൾക്കുന്നില്ല, കാരണം ആരും കൊയ്യാനും ചെയ്യുന്നില്ല. അതിൽ നിന്നാ മറ്റുള്ളൊരു കൊയ്ത്ത് പാട്ട് എന്ത് ചെയ്യുന്നത്, ഇറക്കിയത്. ആ വിശ്വാസം. അപ്പൊ കൊയ്ത്തുപാട്ടോടുകൂടി പ്രവാചകൻ യെശയ്യാപ്രവചന പുസ്തകം വായിക്കുന്നത് കൊയ്ത്തുപാട്ടിനെ കൊണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ രാത്രി വൈകുന്നേരം എന്ത് ചെയ്ത്, സൂര്യൻ അസ്തമയ സമയത്ത് എന്ത് ചെയ്ത്, ആദിമലക്കാറ്റ് എന്ത് ചെയ്ത്, അവയെ കൊയ്തെടുത്തു. സ്തോത്രം. അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ മുതൽ പിന്നെ കൊയ്ത്ത് കഴിയുന്നത് വരെ, കൊയ്ത്ത് കഴിയുന്നറിയാമോ? കർത്താവിന്റെ കാഹളനാദം വരെ പെന്തക്കോസ്തിനകത്ത് പാട്ടുണ്ട്. സ്തോത്രം. നമ്മുടെ വചന ശുശ്രൂഷകര് കൊയ്ത്ത് പാട്ടാണ്. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് കൊയ്ത്തു പാട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പാടുമ്പോൾ കൊയ്തുകൊണ്ട് കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കും. മനസ്സിലാകുന്നത് ഈ മക്കൾ സ്വന്തം ചെയ്യട്ടെ. അടുത്ത ദിവസം രാവിലെ മുതൽ പാടത്ത് എന്ത് ചെയ്യുന്നു, കൊയ്ത്തുവാൻ നടക്കുക. കർത്താവ് ആ കാലഘട്ടങ്ങളിൽ ഒരു ദിവസം പറഞ്ഞു, ഇപ്പോൾ തന്നെ ഇനി 4 മാസോടെ കഴിയുമ്പോൾ അവൻ സ്വന്തം കൊയ്ത്തിന് വേണ്ടി പാടം എന്ത് ചെയ്യുന്നു, വിളഞ്ഞു കിടക്കുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു കാലഘട്ടം വരുന്നു. യേശു പറയാണ്, നിങ്ങൾ കൊയ്യാൻ പോകുക, വേറൊരുവൻ വിതയ്ക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, കൊയ്യാൻ പോകുന്നു. പക്ഷെ രണ്ടുപേര് സന്തോഷിക്കുന്ന ഒരു കാലഘട്ടം വരുന്നു എന്ന് ശമരിയ പട്ടണത്തെ നോക്കി എന്റെ കർത്താവ് ആത്മാവിൽ പ്രവചിച്ചു പറഞ്ഞു. മനസ്സിലായ മക്കളെ, അതേ നിവൃത്തിയാണ് ഇവിടെ പെന്തിക്കോസ്ത് നാൾ സംഭവിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പെന്തിക്കോസ്ത് നാൾ വന്നപ്പോ എല്ലാവരും സ്ഥലത്ത് എന്ത് ചെയ്ത്, ഒന്നിച്ച് കൂടിയിരുന്നു. ഒന്നിച്ച് എല്ലാ പെന്തക്കോസ്ത് നാളിൽ കൂടി വന്നല്ല, ഒന്നിച്ച് എന്ത് ചെയ്ത്. ആ വാക്യം ഒന്ന് വായിച്ചു ഗൗരവം മനസ്സിലാക്കാൻ. എല്ലാവരും ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, ഒന്നിച്ച്. അപ്പൊ ഒന്നിച്ചെങ്കിൽ മാത്രമേ കൂടി വരുന്നുള്ളൂ. ഒന്നിച്ച് കൂടി വന്നു. പെട്ടെന്ന് പിന്നെ ഒത്തിരി സമയമൊന്നും ചെയ്തില്ല. ഇരുന്ന് അന്തരീക്ഷം ക്ലിയറാക്കട്ടെ, പിന്നെ 2 കീബോർഡ് അരിപ്പിച്ച് നിന്റെ സാന്നിധ്യം വ്യാപരിക്കണം പറഞ്ഞൊന്നുമില്ല. ഒന്നും പറഞ്ഞില്ല. ദൈവമക്കളെ, കൂടി വരുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന്, വാഗ്ദത്തം ഇറങ്ങി നിവൃത്തിയായി ഇറങ്ങി വന്ന് ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നവരാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ദൈവത്തിന്റെ വാഗ്ദത്തം പരിശുദ്ധാത്മാവ് അവിടെ മേലെത്തിയത് ഇറങ്ങി വന്നു. അടുത്ത വാക്യം. ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി, ആ വരിയിരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ ആ വ്യക്തിക്ക് മാത്രമല്ല, വീടിന് പോലും മാറ്റമാണ്. വീടിനും മാറ്റം ഉണ്ടാകുമേ. വീടിന് എന്തെങ്കിലും മാറ്റം ദൈവം തന്നിട്ടുണ്ടോ? എത്ര നേരത്തെ രോഗം വിട്ടുമാറിയ വീടായിരുന്നു, നേരത്തെ പ്രശ്നം കൊണ്ട് നിറഞ്ഞ വീടായിരുന്നു, നേരത്തെ ഒരു സംതൃപ്തിയില്ലായിരുന്നു. എന്നാൽ വ്യക്തികളിൽ ദൈവാത്മാവ് വന്നപ്പോൾ അവൻ ഇരിക്കുന്ന വീടിനും ഒരു നിറവ് ദൈവാത്മാവ് കൊടുത്തെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവമക്കളോട് പറയുക, നിനക്ക് മാത്രമല്ല നിന്റെ വീട്ടിൽ ഒരു നിറവുണ്ടാകും.
വീടിന് പോലും ദൈവാത്മാവ് ക്ഷയിച്ചു വരുത്തുന്നെങ്കിൽ ആ വീട്ടിനകത്ത് ഇരുട്ടിന്റെ അധികാരങ്ങൾക്ക് ഒളിച്ചിരിപ്പാൻ അവൻ സാധ്യമല്ല. രോഗം വരാൻ രോഗം വന്ന് ഇറങ്ങിപ്പോകും. സ്തോത്രം. അത് കുടിയിരിക്കുവാൻ അനുവദിക്കുക. കാരണം ആത്മാവ് പ്രാപിച്ച ദൈവകുഞ്ഞുണ്ട്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ഓ, നീ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുമ്പോ, നീ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോ, ചില കുടിയിരിക്കുന്ന ഭവനത്തിനകത്ത് അസത്യപ്പെടുത്തുന്ന ഓ ചിലത് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയോ ചിലത് പാടുന്നതും വീട്ടിനകത്ത് ആരാധിക്കുന്നത് ഭയങ്കര വിടുതല. നമ്മൾ ഈ കൈയടിക്കുന്നത് പെന്തിക്കോസ്ത് ദൈവമക്കൾ, ആത്മാവ് പ്രാപിച്ച ദൈവമക്കൾ കൈയടിക്കുന്നത് പോലും വിടുതല. സ്വന്തം യോബിന്റെ പുസ്തകം 27-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിന്റെ 27-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യമാണ് ഇവിടെ. ആമേൻ. അതിന്റെ 22-ാമത്തെ വാക്യം വായിക്കും. 22-23 വാക്യം. അതിന്റെ 22 മുതൽ വാക്യം. ദൈവമാതിരിയാതെ അവനെ എയ്യുന്നു, തൃക്കയിൽ നിന്ന് ചാടിപ്പോകുവാൻ അവൻ നോക്കുന്നു. മനുഷ്യർ അവന്റെ നേരെ കൈകൊട്ടും, അവന്റെ സ്ഥലത്തു നിവനെ വിരട്ടി എന്തിയും പുറത്താകാൻ. അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഇനി രോഗാത്മാവായിക്കോട്ടെ, അവിടെ ദുഷ്ടനെ കുറിച്ചാണ് യോബിനെ കുറിച്ച് ദൈവാത്മാവ് പറയുന്നത്. യോബിനിലൂടെ ദൈവാത്മാവ് പറയുന്നത് ദുഷ്ടനെ കുറിച്ചാണ്. ഭക്തനാകുന്ന ഒരു ദൈവവൈദ്യന്റെ ശരീരത്തോടും യോബിന്റെ ശരീരം പ്രശ്നമായിരുന്നു. യോബിന്റെ കൂടാരം ഭവനം എന്ത് ചെയ്ത്, എല്ലാം യോബിന്റെ സന്തതികൾ എന്ത് ചെയ്ത് നശിച്ചുപോയി. ഇങ്ങനെയുള്ള ദുഷ്ടപ്രവൃത്തി ചെയ്യുന്നവനെ നേരെ സ്വന്തം കുഞ്ഞെ നീ കൈയടിച്ച് ആരാധിക്കുമ്പോൾ അവന് അവിടെ എഴുതിയിരിക്കുന്നതുവാ, അവന് നേരെ നീ കൈ കൊട്ടും, അവനെന്ത് ചെയ്യും, അവനെ വിരട്ടി എന്ത് ചെയ്യും. അതിന് കൈയടിക്കുന്നത് പോലും വിടുതല. ആരുമില്ലെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും അവൻ ചില പ്രശ്നമുണ്ടോ, കുഞ്ഞെ നീ കൈ കൊട്ടിക്കോ. പാടാൻ അറിയത്തില്ലെങ്കിലും നീ കൈ കൊട്ടി ആരാധിച്ചോ. ചിലതിന് ആട്ടിപ്പായിക്കും. വെല്ലുവിളിക്കുന്ന ആമേ അധികാരത്തിന്റെ നേരെ ദൈവ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? അവൻ മനുഷ്യൻ അവന് നേരെ കൈയെന്ത് ചെയ്യും? കൊട്ടും. സ്തോത്രം. അവനെന്ത് ചെയ്യും? കൊടുക്കും. അവനെന്ത് ചെയ്യും? ആട്ടിപ്പായിക്കുമെന്ന്. വേണമെങ്കിൽ കൈയടിക്കുന്നത് പോലും കുഞ്ഞെ വിടുതല. അവൻ കൈയടിക്കുന്നത് പോലും വിടുതല. ചിലപ്പോ ഒത്തിരി ദിവസം ഉപസിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഏതോ സമയങ്ങളിൽ നീ കൈയടിച്ചത് പാടിയെന്നുണ്ടല്ലോ, അത് ഭയങ്കര വിടുതലായി വ്യാപരിച്ചിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ഇവിടുത്തെ കൈയടിക്കുമ്പോൾ എന്റെ ഭവനത്തോട് കുടിയിരിപ്പിക്കുന്നത് പോരാടുന്ന ശക്തികളെ ആട്ടിപ്പായിക്കുവാൻ ദൈവത്തിന്റെ കഴിവുണ്ട്. ഞാൻ പിന്നെ സാധിച്ചു വിളിക്കുന്നുണ്ട്. ചില പാസ്റ്റർമാര് കൈയടിച്ച് ആരാധിക്കാൻ പറയും, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, കൈയടി. എന്റെ കുഞ്ഞുങ്ങളെ ആരായാലും, സെൻട്രൽ പാസ്റ്റർമാരായാലും, ഈ സുവിശേഷനായാലും, എത്ര വലിയ പ്രവാചകനായാലും സ്വന്തം കൈയടിച്ച് ആരാധിച്ച അവന് വിടുതൽ ശുശ്രൂഷ തെളിഞ്ഞു വരും. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. അല്പസമയം ദൈവമകൾ കരങ്ങളെ തട്ടി അവനെ ആട്ടിപ്പായിക്കുവാൻ കഴിയുന്ന അവനെ ആരാധിക്കുന്ന ദൈവത്തിൽ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുമ്പോ, ആത്മാവിൽ ജയപ്പെടുമ്പോ, ആത്മാവിൽ ദൈവത്തെ പ്രാപിക്കുമ്പോ
അസ്വസ്ഥപ്പെടുത്തുന്ന വെല്ലുവിളികൾ വരുമ്പോൾ ഒറ്റയായതേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ കഴിയുന്നതേ. നമുക്ക് ഈ ഭൂമിയിൽ നിലത്ത് നിൽക്കാനേ കഴിയത്തുള്ളൂ. ഇപ്പൊ നമുക്ക് മുകളിൽ ചാടി പോകാനൊക്കെ ആയിരിക്കുന്ന ഇടത്ത് ശരീരത്തിനെ ആട്ടിപ്പാനിക്കുവാൻ ഒരുപക്ഷെ വലിയ ആൾക്കാരെ കിട്ടിയില്ലെങ്കിലും, ലോകപ്രശസ്തരായാലും രോഗിച്ചോ എവിടെ വലിയ ആരും കിട്ടിയില്ലെങ്കിലും, കുഞ്ഞെ നിനക്ക് തന്നിരിക്കുന്ന കൈ, ആരോഗ്യം, നിനക്ക് തന്ന മുട്ടുണ്ടല്ലോ, നിനക്ക് തന്ന ബലമുണ്ടല്ലോ, നിനക്ക് തന്ന വായുണ്ടല്ലോ, ഇത് നീ ഉപയോഗിച്ചാൽ മതി. ശരീരത്തിനെ ആട്ടിപ്പാനിക്കുവാൻ, ശരീരം ഓടിച്ചു വിടുവാൻ, ശരീരം ഇറക്കി വിടുവാൻ, ശരീരം വളരെ വിടുവാൻ. ആത്മാവിനെ ശക്തിയോടുകൂടെ ആരാധിക്കും. വിടുതലാണ്. ഈ അഭിഷേകത്തെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറഞ്ഞൊരു അലങ്കാരികമായ വാക്കുണ്ട്. 133 സങ്കീർത്തനം. അത് കാണാറിയുന്നവരാ എല്ലാവരും കാണാറിയേ. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകും. അത് വസ്ത്രത്തിന്റെ വിടുമ്പിലേക്കും നീണ്ടു കിടക്കുന്ന താടിയിലേക്കും അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സീയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹർമോണിയം മഞ്ഞു പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവയുടെ അനുഗ്രഹങ്ങളും ശാശ്വതമായ ജീവനും കൽപ്പിച്ച്. എന്താ അതിന്റെ അർത്ഥം? സഹോദരൻ ഒത്തൊരുമിച്ച് വസിക്കുന്നു. അവിടെ വ്യാപരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്ന അലങ്കാരം. ഈ അഹരോന്റെ മേൽ എന്ത് ചെയ്യും? അഭിഷേക തൈലം ഒഴിക്കും. ഈ അഭിഷേക തൈലം ഒഴിക്കുമ്പോൾ ഈ അഹരോട് നല്ല നീണ്ട എന്ത് ചെയ്യുന്നു? നമ്മൾ നേരിട്ട് കണ്ടില്ല, ഇവിടെ താടി ഉണ്ടെന്ന് എന്ത് ചെയ്യുന്നു? സ്വന്തം താടി എന്തോ വാക്കുണ്ട്, അഹരനുണ്ട്. അപ്പൊ ഈ അഭിഷേക തൈലം എടുത്ത് ഒഴിക്കുമ്പോൾ ഇതെന്തോന്ന് അറിയാമോ? ചുമ്മാ എണ്ണയല്ല. എന്തുവാ ഇത്? അഭിഷേക തൈലമാണ്. ഇതിന് പവറുണ്ട്. ഇത് പക്ഷേ എപ്പോ പവർ വെളിപ്പെടുന്ന അറിയുമ്പോൾ ഉണ്ടാക്കപ്പെടല്ല, ഉണ്ടാക്കുന്ന സാധാരണ ആൾക്കാരാണ്. 6-7 കൂട്ടം ചെയ്യുന്നു. അങ്ങനെ അതിന്റെ കൂട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ കൂട്ടെല്ലാം കൂടെ ചെയ്യുന്നു. 10-24 ആൾക്കാർ ഇങ്ങനെ രാവും പകലും ഇളക്കി എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കുന്നതാണ് അഭിഷേക തൈലം. അന്നേരം ഇതിനെന്തില്ല? ശക്തിയില്ല. വാക്തത്വമാണ് ആണവയിൽ ഒഴിക്കണമെന്ന് പറയുന്നത്. ആണവയിൽ ഒഴിക്കണമെന്ന് പറയുന്നത് ഇത് അഹരോന്റെ മേൽ എന്ത് ചെയ്യുന്നു? ഒഴിക്കുന്നത് വാക്തത്വമാണ്. എണ്ണ അഭിഷേക തൈലം എല്ലാവരും ഉണ്ടാക്കരുത്. അഥവാ ഇതുപോലെ അഭിഷേക തൈലത്തിന്റെ ക്രമം വെച്ചിട്ട് ആരെങ്കിലും കടയിൽ പോയി വസ്തുക്കൾ വാങ്ങിച്ച് ഈ അഭിഷേക തൈലം പോലെ ആരെങ്കിലും ഉണ്ടാക്കിയാൽ അവനെ ജനത്തിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയണം. ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കരുത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അഭിഷേക തൈലം ആരും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കരുത്. ഉണ്ടാക്കുന്നവൻ പൗരോഹിത്യമുള്ളവനായിരിക്കണം, ആ കുടുംബത്തിലുള്ളവനായിരിക്കണം. ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ഉണ്ടാക്കാൻ ഇരിക്കണം. ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ഇളക്കണം. അതെ, ഇതല്ലാതെ ആരെങ്കിലും സ്വമേധ ഉണ്ടാക്കാൻ നോക്കിയാൽ അവരെ ജനത്തിന് നടുവിലാണ്. അവരെ അഭിഷേകത്തെ തൊട്ട് കളിക്കാൻ പാടില്ല. എന്തും കർത്താവ് ക്ഷമിക്കും. പക്ഷെ ആത്മാവിന് നേരെയുള്ള ഒരു കാര്യത്തിൽ പുതിയ നിയമത്തിന് ക്ഷമയില്ല, പഴയ നിയമത്തിന് ക്ഷമയില്ല. അപ്പൊ ഇളക്കപ്പെട്ട ഈ അഭിഷേകത്തിന് ശക്തിയില്ല. വ്യവസ്ഥ പ്രകാരമുള്ളതാണ്. ഇതേ ഇനി വാക്തത്വ പ്രകാരം ആഴമേൽ ഒഴിക്കണം. മോശയും മറ്റു കൂട്ടർ ചേർന്ന് അഭിഷേക തൈലം ആഴമേൽ ഒഴിക്കുക. അഹരോന്റെ തലമുടി ഈ തലയിൽ ഒഴിക്കുമ്പോൾ ഇത് ഒഴിക്കുന്ന ഈ അഭിഷേക തൈലം അഹരോന്റെ ശിരസിനെ തണുപ്പിച്ച് മുടിയിലൂടെ ഇതെന്ത് ചെയ്യുന്നു? ഒഴുകി ഇത് താടിയിലൂടെ ഒഴുകുന്നു. താടിക്ക് നേരെ താഴെ 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന 12 രത്നക്കല്ലുകൾ വധിച്ചിരിക്കാം. 12 ഗോത്രം പഴയ നിയമ സഭയാണ്. മനസ്സിലാക്കുന്നുണ്ടോ?
ഈ താടിയിലൂടെ ഒഴുകി വരുന്ന അഭിഷേക തൈലം സങ്കീർത്തനക്കാരൻ വിശ്വാസം പറയാം, അത് 12 ഗോത്രങ്ങളുടെ മേൽ തീർന്നു. ഇത് ഒഴുകിയിട്ട് അവൻ ചിന്തിക്കുന്നത്, ഒഴുകി അവന്റെ നീളത്തിലുള്ള തീർന്നു കുപ്പായത്തിലേക്ക് വീണു. ആ കുപ്പായത്തിന്റെ അറ്റത്ത് വന്ന് ഇങ്ങനെ തൂളി നിൽക്കുന്ന ആ തൂളിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, സ്തോത്രം, അവിടെ എന്തുണ്ട്? ആ തുള്ളിക്കകത്ത് എന്തുണ്ട്? ജീവനുണ്ട്. നാമത്തിൽ ഞാൻ വിളിക്കാം, ആ തുള്ളി എന്റെ മേലൊന്ന് വീണാൽ അവിടെയല്ലോ യഹോവയുടെ അനുഗ്രഹം ഉള്ളത്. മനസ്സിലാകുമോ? അഭിഷേകം ചുമ്മാകയല്ല, അഭിഷേകം വെറുതെയല്ല, ഇതിന്റെ ശക്തി ഭയങ്കരമാണ്. ഇത് വാർപ്പിനകത്ത് വെച്ച് കൂട്ടുമ്പോൾ ശക്തിയില്ല, സ്വന്തം. എന്നാൽ അഹരോന്റെ ശിരസ്സിന്മേൽ, അഹരോൻ ആരെന്നറിയാമോ? പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് യേശുവിന്റെ നിഴല, അവൻ മുഖാന്തരമാണ് ആത്മാവിനെ കിട്ടിയത്. മനസ്സിലാകുന്നുണ്ടോ? അഹരോന്റെ ശിരസ്സിന്മേൽ തീർന്നു, അഭിഷേകത്തെ ഒഴിക്കപ്പെട്ടു. സ്വന്തം പറഞ്ഞ നമ്മുടെ കർത്താവിന്റെ ജീവിതം കൂടെ ആത്മാവിലാണെന്നേ. അവൻ ആത്മാവിൽ ജനിച്ചു, ആത്മാവിൽ ജീവിച്ചു. ഇന്നും അതേ ആത്മാവിന്റെ ബലത്തോടെ ആയിരിക്കും, ആത്മനിറവിന്റെ തൃത്വത്തിൽ സമ്പൂർണ്ണതയിൽ അവൻ ആയിരിക്കുകയാണ്. അവന്റെ മേൽ പകർന്നത് ഇപ്പോൾ ആരുടെ മേൽ വന്നു? അഹരോന്റെ ശിരസ്സിന്മേൽ ഒഴിച്ചത് ആരുടെ മേൽ വന്നു? നെഞ്ചത്ത് വലിച്ചിരിക്കുന്ന ഇസ്രായേൽ 12 ഗോത്രങ്ങളെയും ഇപ്പോൾ നെഞ്ചത്ത് വലിച്ചിരിക്കുകയാണ്. ആ രക്തക്കല്ലിലൂടെ ഈ അഭിഷേകത്തെ ഒഴിക്കുമ്പോൾ പറയുകയാണ്, അത് ജീവനായി, അത് ബലമായി, അതിപ്പോ വന്ന് നാമത്തിൽ യേശുവിന്റെ നാമത്തില് ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ. സൈന്യത്താലല്ല, വസ്ത്രത്തിന്റെ വിളമ്പിലേക്ക് വന്നപ്പോൾ സങ്കീർത്തന